നമസ്കാരം. ഒരു മിനിറ്റ്. സംഭവം നടന്നത് ഈ കാണുന്ന തോട്ടത്തിലാണ്, ചീരത്തോട്ടത്തിൽ. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു നാരായണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ചിരപരിചിതനായ ഒരു വ്യക്തി മരുന്നടിച്ചുകൊണ്ട് നിൽക്കുകയും പെട്ടെന്ന് മൂക്കിലേക്ക് അദ്ദേഹം ശ്വസിച്ച് മലർന്നടിച്ച് വീണ് മരിക്കുകയുമായിരുന്നു. മാരകമായ വിഷമാണ് വർഷങ്ങളായിട്ട് യമ ഈ തോട്ടത്തിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാമോ, മാരകം എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണ് ഇവിടെ മരിച്ചതെന്നറിയാമോ? മോള് കണ്ട എൻ്റെ ഈ കാല് ഞാൻ അറിയാതെ യവൻ്റെ ചീര വാച്ച് തിന്നതിൽ വലിച്ചതാണ്. ഇനി മുറിച്ചു കളയണം. എത്ര കുടുംബങ്ങളാണ് അനാഥമായെന്നറിയാമോ? യവൻ പെണ്ണ് കെട്ടിയിട്ടില്ല. യവന് പെണ്ണ് കിട്ടാത്തത് കൊണ്ട് യവൻ കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെയുള്ള കുടുംബത്തിലുള്ള എത്ര പേര് മരിച്ചാലും അവന് സന്തോഷമായിട്ടിരിക്കുകയാണ്. ആവശ്യമുള്ളത് തന്നെ പറയുന്നത്. എടാ നിന്റെ അമ്മ മാരകമായ വിഷം തന്നെ അടിച്ചിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് ഒരുത്തൻ ഇപ്പൊ ചാവാൻ കിടക്കുന്നത് അവിടെ. ഒരുത്തൻ മരണാസനായിട്ട് കിടക്കുകയാണ് അവിടെ. ഏത് നിമിഷവും എന്ത് സംഭവിക്കും അത് മാത്രമാണോ? ഒന്നു മുന്നേ ഇവിടുത്തെ ഈ തോട്ടത്തിലടിക്കുന്ന മരുന്ന് ഈ തോട്ടിലൂടെ ഒഴുകി കുളത്തിലും ആറ്റിലും കായലിലും ഒക്കെ ചെല്ലും. ഞാൻ നിൽക്കുന്നു അഴകേശൻ. ഒരു കാര്യം കൂടെ ഉണ്ട്. ചെന്നിട്ട് അവിടുത്തെ മീനുകളെല്ലാം ചത്തും മലച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത്. ഇപ്പൊ യവനെ തെളിവോടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് നിങ്ങളെ വിളിച്ചു. യവനാണ് അഴകേശൻ. ഇതിന്റെ ഒടേക്കാരൻ അഴകേശൻ. ഇതായിരിക്കും യവൻ തന്നെ. ഒരുത്തനെ കൊലയ്ക്ക് കൊടുത്തിട്ടിരിക്കുന്നു ഇവിടെ. വളരെ സംഘർഷാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമ്മുടെ ചാനലിന് മാത്രം സ്വന്തം. അതിൽ വിഷം തെളിയിക്കുന്ന കൊടും നിങ്ങൾ മാറുന്നില്ല. ആശുപത്രി നാളെ വരുന്നു. ആശുപത്രി പോയ സന്തോഷം എന്തായി? പോസ്റ്റ്മോർട്ടം ഇപ്പൊ കഴിഞ്ഞില്ല. നാരായണേട്ടന് ഒരു കുഴപ്പമില്ല. നാരായണേട്ടൻ പ്രഷർ കുറഞ്ഞതാ. കുറവുണ്ട്, സുഖമായിട്ട് കിടപ്പുണ്ട്. വാർഡിലേക്ക് മാറ്റി.